അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട അബൂ ദർദ റളിയല്ലാഹുവിൻ്റെ തൊട്ട് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, തഫറഖു മിൻ ഹുമൂമിദ് ദുനിയ മസ്തതഅതും. നിങ്ങൾ എത്ര ദുനിയാവ് പ്രാമുഖ്യത്തെ കൊടുക്കുന്ന തൊട്ടു അഥവാ ദുനിയാവുടെ ആലോചന തൊട്ടു നിങ്ങളെ കൽബിനെ നിങ്ങൾ ഒഴിവാക്കറു, ഫ്രീ ആക്കറു. എപ്പോഴും ദുനിയാവ് ഇങ്ങനെ ആലോചന ആയിക്കൊണ്ടിരിക്കണേ, അത് നല്ലല്ല. കാരണം ഫൈനവും മങ്കാനത്തി ദുന്യ അക്ബർ ഹമ്മി, ഒരാളുടെ ചിന്ത, ഒരാളുടെ ആലോചന, ഒരാൾ യാറായിട്ട് ദുനിയാവുടെ പ്രാമുഖ്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ജഅല ഫഖറഹു ബൈന ഐനൈഹി, അയാളെ കണ്ണിൻ്റെ മുന്നിൽ അള്ളാഹു ദാരിദ്ര്യത്തെ ആക്കി കൊടുക്കണം. ചെന്നെങ്കിൽ എപ്പോഴും ദുനിയാവ് നിങ്ങൾ ചിന്തിക്കോ തുടങ്ങിയെങ്കിൽ പിന്നെ നിങ്ങളെ കണ്ണിൽ നമുക്കെന്ത് കുറഞ്ഞു പോകുമോ ചില ആലോചന ആയിരിക്കും എപ്പോഴും ഇങ്ങനെ പണ്ട് കണ്ണിൻ്റെ മുന്നിൽ ഫക്കീർ തറ ദാരിദ്ര്യം അള്ളാഹു നമുക്ക് കാണിച്ചു തണ്ട. അപ്പോൾ മനുഷ്യന്മാരിൽ പല ആൾമാരും ദുനിയാവുമായിട്ട് മുങ്ങിയിട്ട് കുളിക്കുന്നത് കൊണ്ടായിരിക്കും. എപ്പോൾ നോക്കി ഇഞ്ഞ ബിസിനസ് ഒരു മിനിറ്റ് പുസ്തകത്തിലായിട്ട് ഇങ്ങനെ സമ്പാദിക്കുക എത്രയുണ്ട്, പിന്നെയും സമ്പാദിക്കുക. അതെന്തേ അങ്ങനെ സുബേരെ പിടിച്ച് ജാവത്തോളം ദുനിയാവിടെ മേശിന്ത എനിക്ക്. അപ്പോൾ അങ്ങനെ മനസ്സിലെപ്പോഴും നക്കൊന്ന് കുറഞ്ഞു പോകും. ചില ഞാൻ മിസ്കിനായി പോവേ, ഞാൻ ഇതെല്ലാം തുടങ്ങിയില്ലെങ്കിൽ, ഈ ബിസിനസ്സെല്ലാം തുടങ്ങിയില്ലെങ്കിൽ നാം മിസ്കിനായി പോകാൻ ചിലർ മനസ്സിലിങ്ങനെ പണ്ടത് കൊണ്ടും നിരന്തരമായിട്ട് അതുമായിട്ട് പൊറുമ്പടെ ഒരവസ്ഥ ഉണ്ടാവും. റിയലായിട്ട് മനുഷ്യർക്ക് അത് ആവശ്യമില്ല. കാരണം ദുനിയാവിടെ കുറേ നാളത്തെ ജീവിതമല്ലേ, എല്ലാവരും മറിച്ചിട്ട് പോയിട്ട് കബറിൽ കിടക്കിടാറ്. ഒരായത്തിൽ ജീവിക്കുന്നതായ വലിയ പ്രമാണിക വലിയ പൈസക്കാർ, പിന്നെ ഒരായത്തിൽ ജീവിക്കുന്ന പാവത്തങ്ങ എല്ലാവരും പോയിട്ട് കിടക്കടെ 6 അടി മണ്ണിടെ ഉൾക്കായിട്ടേക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ സൗകര്യമായിരിക്കും അവിടെ ഉള്ളിൽ. അപ്പോൾ ഈ കുറേ നാളത്തെ ദുനിയാവും ഇത്രയെല്ലാം ഞങ്ങൾ ആക്കിയിട്ട് ലാസ്റ്റ് പോയിട്ട് എത്ര കബറുകല്ലേ, 3 തുണി കഫൻ പടല്ലാണ്ട് വേറൊന്നും കിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദുനിയാവോട് ചിന്തിച്ച് ജീവിക്കണ്ട. എവിടത്തോളം നിങ്ങൾ ദുനിയാവോട് ചിന്തിക്കാറ് അവിടത്തോളം അത് നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് യാറെ സമ്പാദിക്കുവാണ്ടാവും. അതുകൊണ്ടായിരിക്കും ബഹുമാനപ്പെട്ട പിന്നെ ഈസാ നബി അലൈഹി സ്വലാം ചെന്ന് തൊലബുദ്ദുന്യ കശാരിബി മായിൽ ബഹ്രി, ദുനിയാവിടെ നിങ്ങൾ തേടുക ചെന്നെങ്കിൽ അത് കടലിലെ തന്നി കുടിച്ചങ്ങനെ പോലായിട്ട്. കടലിലെ തന്നി കുടിച്ചിട്ട് ഒരാൾക്ക് താകത്തിരിക്കാൻ സാധ്യമല്ല. കൊല്ലമസ്ദാദ ഷുർബൻ ഇസ്ദാദ അത്ഷൻ, എത്രത്തോളം നീ അത് കുടിക്കട്ടെ അത്രത്തോളം താകയാറായിട്ട് കൊണ്ടുണ്ട്. അപ്പോൾ അതുപോലെയായിരിക്കും ദുനിയാവുടെ കാര്യം. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് സമ്പാദിക്കണം, ദുനിയാവ് ഉപയോഗം അത് പിറത്ത് പോകണ്ടാണ്ട് പിന്നെ ദുനിയാവുടെ നശ്വരത്തെ മനസ്സിലാക്കിയിട്ട് ഇബാദത്തും അള്ളാഹുവിൻ്റെ തൃപ്തിക്കായിട്ട് ഞങ്ങൾ എന്താക്കണം, ആഖിറ സമ്പാദനയ്ക്കായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. അമൻകാനത്തിൽ ആഖിറത്തു അക്ബർ ഹമ്മിഹി, ഒരാൾ ആഖിറ ചിന്തിച്ചിട്ട് ആഖിറത്തെ ആലോചന ആക്കിയിട്ട് ആഖിറത്ത് പ്രാമുഖ്യം കൊടുത്ത് ജീവിച്ചിട്ടാണെങ്കിൽ ജഅല ഗിനാഹു ഫി ഖൽബിഹി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽബിൽ എന്താക്കട സംതൃപ്തി ഇട്ട് കൊടുക്കണം. ഇത്ര മെയ്യാവും അതിലാണ്ട് യാരെന്തി ചില പിന്നെ ഒരു സംതൃപ്തി അതിലെ മനസ്സിൽ പണ്ട് മനഃശാന്തി കൊടുക്കണം. അപ്പോൾ ആഖിറ ചിന്തിക്കുന്നത് ഇബാദത്ത് ഇബാദത്ത് കൊടുത്ത് ജീവിച്ചിട്ടായെങ്കിൽ കൽബിൽ സഹജമായിട്ട് മനഃശാന്തി കിട്ടരുത് എന്ന് മാത്രമല്ല, അതിൽ കൂടെ കിട്ടുന്നതായ ഒരു ബെനിഫിറ്റായിട്ട് വമാ അഖ്ബല അബ്ദുൻ ബി ഖൽബിഹി ഇലല്ലാഹി തആല ഇല്ലാ ജഅലല്ലാഹു ഖുലൂബൽ മുഅ്മിനീന തഫിദു ഇലൈഹി ബിൽ ഉദ്ദത്തി വർ റഹ്മ. ആരെങ്കിലും തൻ്റെ കൽബിനെ അള്ളാഹുലേക്ക് തിരിച്ചിട്ട് പഠിച്ചുകൊണ്ട് ചിന്തിച്ചിട്ടും അള്ളാഹുടെ ഇബാദത്തിലായിട്ട് തല്ലീനായെങ്കിൽ പിന്നെ ബാക്കിലെ മുഅ്മിനീങ്ങളെ കൽബിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബിൽ ഇയാളെ സംബന്ധിച്ചിട്ട് പിന്നെ പിർസവും അതുപോലെ കിർഫവും ഇട്ട് കൊടുക്കാറുണ്ട്. ബാക്കി മുഅ്മിനീങ്ങളെല്ലാം അയാളെ സ്നേഹിക്കുക തുടങ്ങുക. കാണുന്നത് അയാൾ അള്ളാഹുടെ സ്നേഹിക്കുക തുടങ്ങിയിട്ട് അപ്പോൾ ബാക്കി ഞങ്ങളെല്ലാം അയാളെ സ്നേഹിക്കുക.
കണ്ടില്ലേ ഇപ്പോൾ ഔലിയാക്കന്മാർ മഹാന്മാരെല്ലാം അതുപോലല്ലേ. മഹാന്മാർ ഞങ്ങൾ സ്നേഹിക്കണമെന്ത് ദുനിയാവിൽ അങ്ങൊന്നും കുറേ സമ്പാദിച്ചിടാറുണ്ട്, അല്ലെങ്കിൽ ദുനിയാവിൽ കുറേ അങ്ങ് അധികാരം പിന്നെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററായിട്ട് ജീവിച്ചു തരണ്ട അല്ലല്ലേ. മഹാന്മാർ എത്രയോ വർഷമായി ഞങ്ങളിട്ട് വിട വാങ്ങിയിട്ട് അങ്ങ് ദുനിയാവിടെ പോയിട്ട് എത്രയോ കാലമായിട്ട്. പക്ഷേ ഇപ്പം അങ്ങക്ക് ഞങ്ങൾ ഫാത്തിഹ ഓതര ഇപ്പം അങ്ങനെ സിയാറത്താക്കട എന്ത് അത് ഇതേ കാരണം കൊണ്ടായിട്ട് അങ്ങ് അള്ളാഹുടെ സ്നേഹിച്ചാൽ അങ്ങനെ ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംബന്ധിച്ച് ഞങ്ങളെ കൽബിൽ സ്നേഹം ഇട്ട് തന്ന സയ്യജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ എന്ന് പരിശുദ്ധ ഖുർആനിൽ ചെന്ന് അള്ളാഹു ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയ്യജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദാ. സ്വാലിഹായ സൽക്കർമ്മ കഴിഞ്ഞിട്ട് പിന്നെ ജീവിച്ച ആൾമാർക്ക് അങ്ങനെ സംബന്ധിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിർസ ഉണ്ടാക്കി കൊടുക്കട ചെറിയ മുഅ്മിനീങ്ങളെല്ലാം അങ്ങനെ സ്നേഹിക്കോ തുടങ്ങാറുണ്ട്. അപ്പം നോക്കുക വലിയ ബെനിഫിറ്റായി പോയിട്ട്. അപ്പോൾ മൊത്തത്തിൽ ചൊല്ലെങ്കിൽ ദുനിയാവുമായിട്ട് മാത്രം ചിന്തിച്ചിട്ട് ആഖിറത്തെ ഒരു ചിന്തയില്ലാണ്ട് ജീവിക്കുന്ന ആൾമാർ അങ്ങക്ക് എത്ര ദുനിയാവിൽ നയിച്ചിട്ടും നമുക്ക് മുട്ട പണ്ടില്ല, പിന്നെ ബേനു ചെന്ന് അങ്ങ് ആഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ടായിട്ട് എത്രയും കോട്ടിക്കട്ടിൽ ആസ്തി എന്തെങ്കിലും നല്ലതൊക്കെ അങ്ങ് എന്താക്കല്ലേ പ്രോത്സാഹം കൊടുക്കില്ല. നല്ല ചെയ്യണമെന്ന് ചൊല്ല മനസ്സങ്ങ് പണ്ടതയല്ല. അതേ സന്ദർഭത്തിൽ ആഖിറത്ത് ചിന്തിച്ചിട്ട് അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുടെ പിരിസ വെച്ച് ജീവിച്ച ആൾമാർ അങ്ങക്ക് മനസ്സ് സമാധാനം കിട്ടും, ഉള്ളത് കൊണ്ട് തൃപ്തിക്കൊണ്ട് ജീവിക്കുക ഇഷ്ടപ്പെടാറ്. മാത്രമല്ല ബാക്കിയുള്ള ആൾമാരെല്ലാം ആളെ സ്നേഹിക്കുക തുടങ്ങാറ്. ഇതായിട്ട് മൊത്തത്തിൽ ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നെ അള്ളാഹു ആ നിലക്ക് ജീവിക്കുള്ളതായ തൗഫീഖ് നിങ്ങൾക്ക് തന്നാണ്. ഗ്രഹിക്കട്ടെ. ഞങ്ങൾ എല്ലാ കാലത്തും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.